അസ്സലാമലൈക്കും എവ്രിവൺ. അപ്പൊ ഞാനൊന്ന് ഒരുങ്ങിക്കെട്ടി പോകുന്നത് ഒരു കുട്ടീനെ കാണാനാണ്. കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് ഒരു ചെറിയ ബേബിനെ കാണാൻ പോവാണ്. ആ ചടങ്ങിന്റെ പേരെന്തായിരുന്നു? സോ 40-നാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. എന്റെ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടിരിക്കും ഞാനൊരു 9 മണിക്ക് മുൻപൊക്കെ ആയിട്ട് എണീറ്റ് തയ്യാറാവുന്നത്. കമോൺ, വെക്കേഷൻ ഇസ് ഫോർ സ്ലീപ്പിംഗ്. എനിക്കങ്ങനെ കേട്ടോ. പിന്നെ എന്റെ ഔട്ട്ഫിറ്റ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെറുതെ അതിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ മദർശ്രയും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഈ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ കുഞ്ഞുപ്പാന്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെ മോൻ ഓൾറെഡി കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മൾ അവിടെ പോയപ്പോഴാണ് വേറൊരു സത്യം മനസ്സിലാക്കിയത്. നമ്മളിവിടെ ഒരു ട്രാവലർ വരും, അപ്പൊ എല്ലാവരും കൂടി കുടുംബക്കാരെല്ലാവരും കൂടെ അതിൽ പോകണമെന്ന് വിചാരിച്ചു അവിടെ പോയപ്പോൾ ട്രാവലർ ഇല്ല. വാവ്, ഗ്രേറ്റ്. 9 വണ്ടി സാധനം 9:30 വരിക പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വണ്ടിയൊക്കെ വന്നതിന്റെ സന്തോഷത്തിൽ അതിൽ കയറിയിരുന്നപ്പോൾ അതിലും വലിയ ട്രാജഡി. എന്താണ് വിൻഡോ തുറക്കാൻ പറ്റുന്നില്ല. കൈസിംഗത്തെ വണ്ടിന്റെ ഒക്കെ ഒരു സൈഡ് മാത്രം വിൻഡോ തുറക്കുള്ളൂ. എനിക്ക് ഇപ്പോഴായിരുന്നു മനസ്സിലായി. വളരെ ആവേശപൂരിതമായി അങ്ങനെ എന്തോ ഒരു സാധനമായിട്ട് ഞാൻ പോയിട്ട് സൈഡ് സീറ്റ് പിടിച്ച് ഞാനായി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. കമോൺ, വൈ ലൈഫ് വൈ. ശരി പോട്ടെ, അതൊക്കെ നടക്കും. തിങ്സ് ഹാപ്പൻസ്. അതൊക്കെ നല്ലതിനാന്ന് വിചാരിച്ചു ഞാൻ അങ്ങ് നീണ്ടൊരു ഇടവേള മാതിരി ഇങ്ങോട്ട് കിടന്നുറങ്ങി എണീറ്റപ്പത്തിന് നമ്മള് പെണ്ണിന്റെ വീടെത്തി ഗൈസ്. കുട്ടിയുടെ ഉമ്മാന്റെ വീടെത്തി. ഇപ്പൊ നമ്മള് പോയത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ കുറച്ചു നേരം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കുറച്ചു നേരം ഇരുന്നു. ഇവിടെ എനിക്കറിയുന്ന കസിൻസോ ഫ്രണ്ട്സോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും കൂടുതൽ ബോറടിച്ച് ഇവിടെ ഇരിക്കാൻ പോകുന്ന വ്യക്തിന്ന്. ബട്ട് എന്നെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ഇരിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പാവന്റെ റെസിപ്പി കുട്ടൻ ഒറ്റയ്ക്കാണ് ഗൈസ്, ഒറ്റയ്ക്കാണ്. അവൻ്റെ ബ്രോ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഉമ്മ അവനെ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ്. പാവം പറഞ്ഞൊക്കെ അനുസരിക്കണം. നല്ലൊരു പാവപ്പെട്ട കുട്ടി ആയതുകൊണ്ട് അവനങ്ങ് വന്നു. പിന്നെ യൂഷ്വൽ സ്റ്റഫ് ഹാപ്പൻഡ്. ആർക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് ഗോൾഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് വാട്ട് അട്രാക്റ്റഡ് മീ വാസ് ദിസ് ചോക്ലേറ്റ്. ഞങ്ങൾ രണ്ടുപേരുടെ മാതാശ്രീ സ്പെഷ്യൽ ലൈക്ക് സോ ബിസി ടോക്കിംഗ് ടു അതർ പീപ്പിൾ. പാവം ഞങ്ങളിത് കൺസിഡർ പോലും ചെയ്തില്ല ഗൈസ് അവർ. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഞങ്ങൾ വൈബാക്കി. ഞങ്ങൾ അങ്ങോട്ട് വൈബാക്കി, അവൻ അങ്ങോട്ട് വൈബാക്കി, ഞാൻ അങ്ങോട്ട് വൈബാക്കി. അങ്ങനെ ഫുൾ വൈബായിരുന്നു. ഫൈനലി ഞാനൊരു ഡ്രസ്സിന് സ്വപ്നം കണ്ട നിമിഷങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഗൈസ്. വിച്ച് ഈസ് വാട്ട്, ഫുഡ് അടിക്കാൻ പോവാണ്. അങ്ങനെ എന്നാൽ പറ്റുന്നിടത്തോളം ഫുഡ് ഞാൻ എടുത്ത് അങ്ങ് കഴിക്കാൻ തുടങ്ങി. ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐസ്ക്രീം വിച്ച് ഈസ് ഡെസേർട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ആർക്കും നോക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഷൈ ആവുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ടേക്ക് ദിസ് വീഡിയോ. അത് കഴിഞ്ഞിട്ടും ബോറടിച്ചപ്പോൾ ഞാൻ എല്ലാവരും കൂട്ടിയിട്ട് വീട് കാണാനൊക്കെ പോയി. അങ്ങനെ കുറച്ച് നമ്മൾ വീടൊക്കെ പരിസരമൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം കുറേ അധികം നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഫൈനലി വി ആർ ഗോയിങ് ബാക്ക്. അപ്പം ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. ബൈ.